ഏറ്റവും പുതിയ വാർത്തയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ കൊല്ലത്ത് മുരളീധര വിഭാഗം തടഞ്ഞു. കൊല്ലത്ത് DCCയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് തടഞ്ഞത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവം? ഇപ്പോൾ DCCക്ക് ഉള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാഹനം തടഞ്ഞു, ചീമുട്ടയെറിഞ്ഞു. രാജ്മോഹനെതിരെ രൂക്ഷ ഭാഷയിലുള്ള ചെറിയ വിഷയവുമായാണ് മുരളീധര വിഭാഗം രാജ്മോഹൻ ഉണ്ണിത്താനെ ഇവിടെ തടഞ്ഞത്. റോഡിന് നടുക്ക് വെച്ച് തടയുകയായിരുന്നു. ഇപ്പോൾ DCCയുടെ ഉള്ളിലേക്ക് പ്രവർത്തകർ പാഞ്ഞു കയറിയാണ് ഇപ്പോൾ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രസക്തിയുണ്ട് രാജ്കുമാർ ഇതിന്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് പിന്നിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും തടയുകയും ആക്രമിക്കുകയും ചെയ്തത് നമുക്കറിയാം. ആ ഘട്ടത്തിലേക്ക് തന്നെ ചരിത്രം പുനരാവർത്തിക്കുകയാണോ രാജ്കുമാർ? തീർച്ചയായും അവിടുത്തെ ബഹളം കേൾക്കാനാകും. രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു കൂട്ടം കോൺഗ്രസുകാർ മുരളീധര അനുകൂല വിഭാഗം തടഞ്ഞു എന്ന വാർത്തയാണ് പുറത്തെത്തുന്നത്. രാജ്കുമാർ അതിന്റെ വിവരങ്ങളുമായി തരും. DCCയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണിത്താനെ തടയുകയായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് രൂക്ഷമായ മാനങ്ങൾ കൈവരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു വിഭാഗം കോൺഗ്രസുകാർ കൊല്ലത്ത് DCC പരിപാടിക്കിടെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പങ്കെടുക്കാനെത്തിയ പരിപാടിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഒരു വിഭാഗം മുരളീധര അനുകൂലികൾ. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്തായിരുന്നു അവിടെ സംഭവം? ഉണ്ണിത്താന്റെ അവസ്ഥ എന്ത് ഇപ്പോൾ? ഉണ്ണിത്താനെ അതായത് കൊല്ലം DCC ഓഫീസിലേക്കുള്ള റോഡിന്റെ ഗേറ്റ് വേയുടെ മുന്നിൽ വെച്ച് തന്നെ സംഘടിച്ചു നിന്ന മുരളീധര വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാറിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറിയിരിക്കുകയും ഗ്ലാസിലേക്ക് അടിക്കുകയും ഉണ്ണിത്താനെതിരെ അതിരൂക്ഷ ഭാഷയിലുള്ള തെറിയഭിഷേകമാണ് അവർ നടത്തിയത്. ഇതിനിടെ കാറിന് നേരെ ചീമുട്ട ഇവര് പ്രവർത്തകർ എറിഞ്ഞു. അതിനുശേഷം ഈ പ്രവർത്തകരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് കാർ മുന്നോട്ട് പോയത്. ഇതിന് പിന്നാലെ തന്നെ ഈ പ്രവർത്തകരും ഓടുകയായിരുന്നു. ഇതിനുള്ളിലേക്ക് ഉണ്ണിത്താനെ കയറ്റാൻ ഇവിടെ സേവാദളിന്റെ പ്രവർത്തകരാണ് രക്ഷകരായി എത്തിയത്. എന്നാൽ അതിന് മുഴുവനും അവരെയും ഇവർ സംഘം നേരിടുകയായിരുന്നു. ഒരു വലിയ സംഘടനം തന്നെയാണ് ഈ DCCയുടെ മുമ്പിൽ നടന്നത്. മുരളീധര പക്ഷം പ്രവർത്തകരും സേവാദൾ പ്രവർത്തകരും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ AI ഗ്രൂപ്പ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇപ്പോഴും അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. അകത്ത് ജന്മദിന ആഘോഷ പരിപാടികൾ നടക്കുന്നു. അതിന്റെ പ്രധാന ഹാളിന്റെ ഇപ്പോൾ വാതിൽ അടച്ചിരിക്കുന്ന ഒരു നിലയിലാണ്. അതാണ് ഉണ്ണിത്താനെ ഏറെ പിൻബലം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒന്നുകൂടിയാണ് സേവാദൾ. അങ്ങനെയാണെങ്കിൽ ഉണ്ണിത്താനെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണ് അവിടെ കൂടിയത്? ഉണ്ണിത്താനെ പിന്തുണച്ചുകൊണ്ട് AI ഗ്രൂപ്പുകളൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇവിടെ ഈ മുരളീധര പക്ഷ വിഭാഗമാണ് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി നേരത്തെ മുതൽ തന്നെ ഇവിടെ കാത്തു നിന്നത്. അവർ തന്നെയായിരുന്നു ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഇപ്പോഴും പുറത്തു വന്നാൽ ഇനിയും ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവരെ പോലീസ് വെളിയിലുണ്ടെങ്കിലും DCC ഓഫീസിന് ഉള്ളിലേക്ക് സംഘടന മാറിയതുകൊണ്ട് പോലീസിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. ഒരുപക്ഷെ രാജ്കുമാർ, ആ പഴയ നീല മാരുതി വാനിനുള്ളിൽ ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദിനും ഏറ്റ മർദ്ദനത്തിന്റെ സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ DCCയിലും പുനരാവർത്തിച്ചത് എന്ന് പറയാമോ? ഒരുപക്ഷെ ഉണ്ണിത്താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ രൂക്ഷമാകുമോ സംഭവ വികാസങ്ങൾ? മുരളീധര പക്ഷത്തെ നേതൃത്വം നൽകുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ അടക്കം രാജ്കുമാർ? ഇപ്പോൾ അതായത് KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്. അല്പം മുമ്പ് പ്രതാപവർമ്മ തമ്പാൻ സംഘടന നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം പരിഗണിച്ച് ഉണ്ണിത്താനെ ഒന്നും ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്ത്രപരമായി അങ്ങ് പുറത്തേക്ക് പോയി. മറ്റ് നേതാക്കാർ മുഴുവനും അകത്താണ് ഉള്ളത്. എന്തായാലും അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആദിം ഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുമ്പ് നടന്ന നീലമാരുതി വാനിനുള്ളിൽ ശരത്ചന്ദ്ര പ്രസാദിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും മുണ്ടൂരിയാൻ കാണിച്ച അതിനല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആവേശത്തോടും കൂടുതൽ പ്രവർത്തകരും ആണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. കയ്യിൽ മുട്ടയും കൊണ്ടാണ് അവർ വന്നത്. മുട്ട ഈ വാഹനത്തിന് നേരെയാണ് ഇവർക്ക് എറിയാൻ സാധിച്ചിട്ടുള്ളത്. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് മുട്ട തീർന്നതുകൊണ്ട് മാത്രമാണ് ഉണ്ണിത്താന്റെ മുഖത്ത് മുട്ട എറിയാതിരുന്നതെന്ന് ഇവർ അവിടെ അത് ആക്രോശിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിലും രൂക്ഷ ഭാഷയിലുള്ള തെറിയഭിഷേകമാണ് ഇവിടെ ഉണ്ടായത്. തീർച്ചയായും രാജ്കുമാർ, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അന്ന് അത് സംഭവിച്ചിരുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പോൾ ഇത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥലമായ കൊല്ലത്തു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്കെത്തുന്ന
രാജ്മോഹൻ ഉണ്ണിത്താന് പ്രൊട്ടക്ഷനുമായി രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണയ്ക്കുന്ന കൂടുതൽ കോൺഗ്രസ്സുകാർ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഘർഷ സാധ്യതകളിലേക്ക് അത് നീങ്ങും. അത്തരം സാഹചര്യങ്ങൾക്കുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ അവിടെ? അജിംഷാദ്, ഇപ്പോൾ കൂടുതൽ പോലീസ് പാർട്ടി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. CIയുടെയും SIമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഉള്ള സംഘർഷ അജിംഷാദ് ചൂണ്ടിക്കാട്ടിയതുപോലുള്ള സംഘർഷ സാധ്യതയ്ക്ക് യാതൊരു അയവും വന്നിട്ടില്ല. പ്രതിഷേധക്കാർ DCCയുടെ പുറത്ത് കാവൽ നിൽക്കുകയാണ്. ഇനിയും രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്തു വന്നാൽ ഇതിനേക്കാളും രൂക്ഷഭാഷയിൽ നേരിടാൻ ഉറച്ചു തന്നെയാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ വലിയ സംഘർഷ സാധ്യതയാണ് കൊല്ലം DCCക്ക് മുന്നിലുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കാനായെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു വിഭാഗം മുരളീധര അനുകൂലികൾ തടഞ്ഞു, ചീമുട്ടയെറിഞ്ഞു, കാറിന് നേരെ ആക്രമണവുമായി ഉയർന്നു. ഒടുവിൽ കാറ് ശക്തമായി മുമ്പോട്ടെടുത്തതിനെ തുടർന്നാണ് ഉണ്ണിത്താന് പരുക്കേൽക്കാതെ പോയതും. തിരിച്ചിറങ്ങുന്ന ഉണ്ണിത്താനെ വീണ്ടും ആക്രമിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് മുരളീധര വിഭാഗം അവിടെ കൂടി നിൽക്കുന്നത്. സംഘർഷ സാധ്യത എന്നതാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.